2025 മെയ് 29 സിറാജ് എഡിറ്റോറിയൽ. ജയിലിലെ നോവൽ, എഴുത്തിലെ വിലക്ക്. ജയിലിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 10 വർഷമായി ജയിലിൽ കഴിയുന്ന രൂപേഷ് ജയിലിൽ വെച്ചെഴുതിയ നോവലിന് ജയിൽ അധികൃതരും ആഭ്യന്തര വകുപ്പും പ്രസിദ്ധീകരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം തുടങ്ങിയത്. പ്രസിദ്ധീകരണത്തിന് അനുമതി തേടി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി കെ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ ഒപ്പിട്ട നിവേദനം രൂപേഷ് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഇതുവരെയും പ്രസിദ്ധീകരണത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പ്. ജയിൽ, കോടതി, UAPA, കരിനിയമം തുടങ്ങിയവയെക്കുറിച്ച് വിമർശനാത്മകമായി പരാമർശമുള്ളതുകൊണ്ടാണത്രേ നോവൽ പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകാത്തത്. മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഒരു കവിയുടെ ജീവിതമാണ് നോവലിന്റെ പ്രമേയമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കവി പ്രവർത്തന മണ്ഡലം ഡൽഹിയിലേക്ക് മാറ്റി. UAPA ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട കഥാപാത്രം അവിടെ അനുഭവിക്കേണ്ടി വന്ന പീഡനവും മനുഷ്യാവകാശ ലംഘനവുമെല്ലാം അടങ്ങുന്നതാണ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പേരിട്ട ഈ നോവൽ. CPIML-ന്റെ വിദ്യാർത്ഥി സംഘടനയായ കേരള വിദ്യാർത്ഥി സംഘടന KVS-ലൂടെയാണ് രൂപേഷ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ഒളിവിൽ കഴിയവേ 2015-ലാണ് പോലീസ് അദ്ദേഹത്തെ പിടികൂടി ജയിലിലടച്ചത്. ജയിൽ ജീവിതകാലത്ത് രൂപേഷ് രചിക്കുന്ന രണ്ടാമത് നോവലാണ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ. നേരത്തെ എഴുതിയ വസന്തത്തിന്റെ പൂമരങ്ങൾ എന്ന നോവൽ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മർദ്ദനോപകരണമായി മാറുന്ന ഭരണകൂടമാണ് ഈ നോവലിന്റെയും പ്രമേയം. എന്തുകൊണ്ട് മാവോയിസം പോലുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വേരുകൾ പടർത്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാണ് നോവലിൽ അദ്ദേഹം ശ്രമിക്കുന്നത്. അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തിയായി വാദിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് രൂപേഷിന്റെ നോവലിന് പ്രസിദ്ധീകരണാനുമതി നിഷേധിക്കപ്പെടുന്നത് എന്നതാണ് വിരോധാഭാസം. UAPA ഉൾപ്പെടെ എല്ലാ കരിനിയമങ്ങളോടും നയപരമായി കടുത്ത വിയോജിപ്പാണ് CPM-ന്. പാർലമെന്റിലടക്കം പാർട്ടി ഇത് പ്രകടമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ജയിലുകളിൽ 3ാം മുറ പ്രയോഗം തുടങ്ങി മർദ്ദനവും പീഡനവും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. പോലീസിന്റെ കൈക്കരുത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധി പേരുണ്ട് സംസ്ഥാനത്ത്. ഇത്തരം വസ്തുതകൾ ഉൾക്കൊള്ളുന്ന സാഹിത്യ സൃഷ്ടികൾ മുമ്പ് വെളിച്ചം കണ്ടതുമാണ്. എഴുതാനും വായിക്കാനും എഴുതിയത് പ്രസിദ്ധീകരിക്കാനുമുള്ള തടവുകാരുടെ അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി തറപ്പിച്ചു പറയുകയുണ്ടായി. പിന്നെന്തുകൊണ്ട് രൂപേഷിന്റെ നോവലിന് അനുമതി നിഷേധിക്കുന്നുവെന്നത് ദുരൂഹം. കെ സച്ചിദാനന്ദൻ, PM ഗോപികൃഷ്ണൻ, അശോകൻ ചെരുവിൽ തുടങ്ങി ഇടതുപക്ഷ സഹയാത്രികരായ സാഹിത്യകാരന്മാർ തന്നെ ജയിൽ വകുപ്പിന്റെ നിഷേധാത്മക നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപകടകരമായ പ്രമേയങ്ങളോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളോ നോവലിൽ ഇല്ലെന്നിരിക്കെ എന്താണ് പ്രസിദ്ധീകരണാനുമതി നൽകുന്നതിന് തടസ്സമെന്നാണ് സച്ചിദാനന്ദന്റെ ചോദ്യം. ജയിൽ അന്തേവാസികളുടെ വിദ്യാഭ്യാസവും സർഗാത്മക ജീവിതവും എഴുത്തും നിരുത്സാഹപ്പെടുത്തുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് ജനാധിപത്യ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടതെന്ന് അശോകൻ ചെരുവിൽ കുറിക്കുന്നു. ലോകശ്രദ്ധേയമായ പല കൃതികളും ജയിലിൽ പിറന്നതാണ്. ജയിൽ ജീവിതം ഏകാന്തവും യാതനകൾ നിറഞ്ഞതുമെങ്കിലും വായിക്കാനും ചിന്തിക്കാനും സാഹിത്യരചനകൾ നടത്താനുമുള്ള അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തിയവർ നിരവധി. ജയിലിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു പല കൃതികളും രചിച്ചത്. EMS-ഉം ജയിൽ ജീവിതകാലത്ത് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സമൂഹത്തിന് ദോഷകരമായ പ്രമേയങ്ങളല്ലെങ്കിൽ ജയിൽ അന്തേവാസികളുടെ ഗ്രന്ഥരചനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. വ്യക്തികൾക്കും സംഘടനകൾക്കും അഭിപ്രായങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. അത് ആരോഗ്യകരവും പരിഷ്കൃതവുമായ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയ X അക്കൗണ്ടിൽ ഒരു കവിത പോസ്റ്റ് ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസ് രാജ്യസഭാംഗം MP ഇമ്രാൻ പ്രതാപിനെതിരെ ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ അഭയ് K. ഓക്ക,
ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ പരാമർശം സാഹിത്യങ്ങളും കലാപ്രകടനങ്ങളുമാണ് ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നുണ്ട്. 1948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനം, സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടി, മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും സംബന്ധിച്ച യൂറോപ്യൻ കൺവെൻഷൻ തുടങ്ങി അന്താരാഷ്ട്ര ചട്ടങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അനിവാര്യത ഊന്നിപ്പറയുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വിമർശനത്തിനുള്ള പൗരസ്വാതന്ത്ര്യം. അത് പ്രസംഗത്തിലൂടെയാകാം, കവിതയിലൂടെയുമാകാം, നോവലിലൂടെയുമാകാം. അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സാണ് ജനായത്ത വ്യവസ്ഥയിലെ ഭരണാധികാരികൾക്ക് വേണ്ടത്.